Hi, welcome to the new lecture of Theory of Numbers, Lecture 4. Today, we are going to study about divisibility. And two numbers are said to be divisible. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്, അത് ഏത് രീതിയിലാണ് അത് എക്സ്പ്രസ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോണത്. അപ്പോൾ വേർഡ് മീനിങ് ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റൈറ്റ്? നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് വി ഹാവ് ടു ടേക്ക് ടു ഇൻറ്റിജേഴ്സ് എ ആൻഡ് ബി, ദാറ്റ് ആർ ടു ഇൻറ്റിജേഴ്സ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂസ് ചെയ്യേണ്ടത് വൺ മസ്റ്റ് ബി, ബി ഈസ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ബി മസ്റ്റ് ബി നോട്ട് ഈക്വൽ ടു 0. Then we say that B is a divisor of A. B is a divisor of A if there exists another integer, C such that A equal to B into C. A equal to B into C ആണെങ്കിൽ we say that B is a divisor of A. A can be expressed as B into C. Or this divisor can also be termed as there is a factor of A. Factor of A. Right? If B is a divisor of A, if B is a divisor of A, divisor ആണെങ്കിൽ, then divisor of the number A, integer A, we also say that A is divisible by B. A is divisible by B. Or A is a multiple of B. A is a multiple of B. ഓക്കെ, ഈ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. എ ഈക്വൽ ടു ബി ഇൻറ്റു സി ഒക്കെ വരിക. ഓക്കെ, അപ്പോൾ അതായത് റിമൈൻഡർ ഇവിടെ 0 ആയിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് എയിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. റൈറ്റ്? സോ ഫസ്റ്റ് റിമാർക്ക് 1. 0 can be written as എന്തെഴുതാം? b into 0. Right? For every integer b അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ എന്ത് പറയാൻ പറ്റും? Every integer is a divisor of 0. Every integer is divisor of ഏത് b എടുത്തു കഴിഞ്ഞാലും 0 equal to b into 0 ആണ്. So every integer is a divisor of 0. Okay. ഇനി നമ്മൾക്ക് വേറെ എന്ത് പറയാൻ പറ്റും? A is any integer ആണെങ്കിൽ, 2 റിമാർക്ക് ആണെങ്കിൽ, A is any integer, അപ്പൊ എന്ത് പറയാൻ പറ്റും? A can be written as +1 into A എന്ന് എഴുതാം. അല്ലെങ്കിൽ if A is any integer, A can be written as 1 into A. So that is +1 into A. So +1 and A are the divisor of A എന്ന് എഴുതാം. ഇനി A എന്ത് എഴുതാൻ പറ്റും? A is equal to -1 into -A ആണ്. So -1 and -A are the divisors of A എന്നും കൂടി പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്, റിമാർക്സ് ആണ് ഈ ഡിവിസിബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. സോ ദാറ്റ്സ് ഈക്വൽ ടു ബി ഇസ് എ ഡിവൈസർ ഓഫ് എ ബി ആണെങ്കിൽ നമ്മൾക്ക് എന്ത് എഴുതാൻ പറ്റും? എ ഈക്വൽ ടു ബി ഇൻറ്റു സി ഫോർ സം ഇൻറ്റിജർ സി. For some integer C. Okay, so it is clear that -A is equal to B into -C ആയിട്ട് വരിക. റൈറ്റ്? സോ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ഈ ബി ഏതിൻ്റെ ഡിവൈസറും കൂടിയാണ്? ബി എയുടെ ഡിവൈസർ ആണെങ്കിൽ
B is also a divisor of minus A. Aയുടെ ഡിവൈസർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് മൈനസ് എയുടെ ഡിവൈസർ ആയിട്ടും മാറും. Right? So, and also we can see that A equal to B into C നെ എങ്ങനെ എഴുതാം? മൈനസ് ബി ഇൻറ്റു മൈനസ് സി എന്ന് എഴുതാം. അപ്പോൾ എന്ത് പറയാൻ പറ്റും? So, minus B is also a divisor of A. അത് നെഗറ്റീവും പോസിറ്റീവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടും പറയാൻ പറ്റും. ബി ഈസ് എ ഡിവൈസർ ഓഫ് മൈനസ് എ ആണ്, ബി ഈസ് ഡിവൈസർ ഓഫ് എ ആണ്. അതേപോലെ ബി ഡിവൈസർ ഓഫ് എ ആണെങ്കിൽ മൈനസ് ബി ഈസ് ഓൾസോ ഡിവൈസർ ഓഫ് എ ആയിരിക്കും. ഈ റിസൾട്ട്സ് ഒക്കെ ഓർത്താൽ മാത്രമേ നമ്മൾക്ക് തിയറംസ് ഒക്കെ പ്രൂവ് ചെയ്യാൻ ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ. So, divisors of an integer always occur in pairs of same absolute value. Divisors of an integer always occur. Divisors of an integer always occur in pairs. Occur in pairs of same absolute value. ഓക്കെ. ഇനി കുറച്ചും കൂടി നോട്ട്സ് ആയിട്ട് റിമാർക്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇവിടെയുള്ള 4ാമത്തെ നോട്ട്സ് 5ാമത്തെ നോട്ട്സ് ആയി. നെക്സ്റ്റ് A is equal to B into C ആണ്. Right? And also അതായത് A is divisor of A divides B അല്ലെങ്കിൽ B is divisor of A ആണെങ്കിൽ A is equal to B is divisor of A ആണെങ്കിൽ A is equal to B into C എന്ന് എഴുതാൻ പറ്റും. For some integer C. A is a multiple of B ആണെങ്കിൽ എങ്ങനെയാണ് എഴുതുക? നമ്മൾക്ക് ഈ രീതിയിലും എഴുതുക. A is a multiple of B ആണെങ്കിൽ നമ്മൾ ഏത് രൂപത്തിലാണ് എഴുതുക? Multiple of B ആണെങ്കിൽ A can be written as M of a multiple of B. ഈ റെപ്രസെൻറ്റേഷനും നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. റൈറ്റ്. ഇനി B divides A ആണെങ്കിൽ റൈറ്റ് നമ്മൾക്ക് എന്താ പറയുക? ദിസ് ഇസ് B divides A. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ് ആണ്. പെർപെൻഡിക്കുലർ ലൈൻ ആണ്. B divides A. റൈറ്റ്. ഇനി ഇതിൽ എന്തും കൂടി ഉണ്ട്? B divides Aയും A is a multiple of A is equal to a multiple of B ആണ്. B divides A ആണ്. അങ്ങനെയാണെങ്കിൽ B divides A ആണ്. ഇങ്ങനെയാണ് എഴുതുക. ഇനി B is not a divisor of A. B is not a divisor ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? B does not divides A. ഓക്കെ. ഈ രീതിയിലാണ് എഴുതുക. B does not divides A. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 20 is a multiple of 5 ആണ്. 20 is a multiple of 5. ഇനി അതേപോലെ തന്നെ 20 multiple of 5 ആയതുകൊണ്ട് or we can see that we can write it as 5 divides 20. പക്ഷെ അതേ സമയത്ത് 49 is a multiple of 9 ആണ്. Also 9 divides 45 ആണ്. റൈറ്റ്. ഇനി അതേ സമയത്ത് ഈ 45ൽ തന്നെ 2 does not divides 45 ആണ്. 2 is not a divisor of 45. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഓർക്കാനുള്ളത്. നെക്സ്റ്റ് പ്രോബ്ലം ആണ്. പ്രോബ്ലം അതായത് let B be an integer greater than or equal to 2. Suppose B plus 1 distinct integers are randomly selected. Prove that difference of two of them is divisible by B. Difference of two of them is divisible by
ബി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, the b is an integer greater than or equal to 2 ആണ്. b+1 distinct integers ചൂസ് ചെയ്തു. അതിൽ ഏത് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഡിഫറൻസ് ഡിവിസിബിൾ ബൈ ബി ആയിരിക്കും. ഓക്കെ, അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ചൂസ് ചെയ്യുന്നത് എ ബി ആൻഡ് ഇൻറ്റിജർ, ഒരു ഇൻറ്റിജർ എടുത്തു. ഇനി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ വരും? 0, 1, 2 എക്സെട്ര അപ് ടു b-1 റിമൈൻഡേഴ്സ് ആണ് നമ്മളെ കയ്യിൽ കിട്ടുക. ഓക്കെ അല്ലേ? ഇനി അപ്പൊ നമ്മൾക്ക് ഇത് എത്ര എണ്ണം ഉണ്ട്? ഇത് എത്ര എണ്ണം റിമൈൻഡേഴ്സ് ഉണ്ട്? ബി നമ്പർ ഉണ്ട്. ഓക്കെ അല്ലേ? നമ്മൾ ചൂസ് ചെയ്യുന്നത് എത്ര നമ്പേഴ്സാ? b+1 ഇൻറ്റിജേഴ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. b+1 ഇൻറ്റിജേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നു. b+1 ഇൻറ്റിജേഴ്സിനെയും എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യും. റൈറ്റ്? സപ്പോസ് 1, 2 എക്സെട്ര അപ് ടു b+1. ഈ ഓരോ നമ്പർ ഫസ്റ്റ് നമ്പറിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യും. റിമൈൻഡർ കിട്ടുന്ന ഏതെങ്കിലും ഒരു നമ്പർ ആണെന്ന് വിചാരിക്കുക. 0 ആണെന്ന് വിചാരിക്കും. ബി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ടു b-1 വരെയുള്ള ഏതെങ്കിലും ഒരു റിമൈൻഡർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് 0 കിട്ടി. സപ്പോസ് ഇത് 2 കിട്ടി, അടുത്തത് 1 കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ബി കൊണ്ട് ചെയ്തപ്പോൾ അഗെയിൻ ഇതിന് ചെയ്തപ്പോൾ കഴിഞ്ഞാൽ ബി കിട്ടി, എക്സെട്ര. ഇതിനെ ചെയ്തപ്പോൾ ബി കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ അഗെയിൻ അടുത്തതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 0, 1, 2, 3 ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 0, 1, 2, 3 എക്സെട്ര അപ് ടു ബി വരെ ഇതുവരെ കിട്ടി. അപ്പോൾ അടുത്ത നമ്പറിനെ എനിക്ക് ചെയ്യുമ്പോൾ വേറൊരു റിമൈൻഡർ കിട്ടണം. പക്ഷെ ബി വരെയല്ലേ ഉള്ളൂ, 0 ടു b-1 വരെയല്ലേ റിമൈൻഡർ ഉള്ളൂ. അപ്പോൾ എന്തായാലും b+1നെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബി വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ തന്നെയായിരിക്കും അതിൻ്റെ. സപ്പോസ് ഇതൊരു 4 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 4 വന്നു, ഇവിടെ ഒരു 4 വന്നു. റൈറ്റ്? അതാണ് ഇവിടെയുള്ള പ്രത്യേകത. അതായത് 0 നമ്മുടെ കയ്യിൽ ഓൾറെഡി പീജിയൻ ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി പോസിബിൾ ഡിസ്റ്റിങ്ക്റ്റ് റിമൈൻഡർ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതാണ് നമ്മുടെ പീജിയൻ ഹോൾസ് ആയിട്ട് വരുന്നത്. എത്ര പീജിയൻ ഉണ്ട്? ആക്ച്വലി എത്ര പീജിയൻ ഉണ്ട്? b+1 റിമൈൻഡർ നമ്മുടെ കയ്യിലുണ്ട്. b+1 റിമൈൻഡർ ആണ് നമ്മുടെ കയ്യിൽ. എന്തുകൊണ്ടാ? b+1 ഇൻറ്റിജേഴ്സ് ഉണ്ട്. ഓരോന്നിനെയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ റിമൈൻഡർ കിട്ടും. അപ്പോൾ 1, 2, 3 എക്സെട്ര അപ് ടു എത്ര എണ്ണം ഉണ്ട്? b+1 റിമൈൻഡേഴ്സ് ഉണ്ട്. നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ b+1 റിമൈൻഡേഴ്സിൽ ഏതെങ്കിലും രണ്ടെണ്ണം സെയിം ആണെന്നാണ്. അപ്പോൾ പീജിയൻ ഹോൾ പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? 2 ഓഫ് ദം must be equal ആണെന്ന് പറയാം. 2 of them must be equal. Okay. Let x and y be 2 integers. ഏതിലത്തേതായിരിക്കും? b+1 റാൻഡംലി സെലക്ട് ചെയ്ത ഇൻറ്റിജേഴ്സ് ഉണ്ടല്ലോ, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള. അതിൽ ഒരു 2 നമ്പറാണ് x and y എന്ന് അസ്യൂം ചെയ്യും. വിച്ച് ഈസ് സെയിം റിമൈൻഡർ ആണ്. അങ്ങനെയുള്ള രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതായത് 2 ഓഫ് ദം മസ്റ്റ് ബി ഈക്വൽ ആണല്ലോ. ആ 2 ഓഫ് ദം എന്ന് പറയുന്നത് എക്സും വൈയും ആണെന്ന് എടുത്തു. ഓക്കെ, രണ്ടും റിമൈൻഡർ സെയിം ആയിട്ട് വരുന്ന 2 ഇൻറ്റിജേഴ്സ് ചൂസ് ചെയ്തു, എക്സും വൈയും ആണ്. അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് എന്താ? ഡിവിഷൻ അൽഗോരിതം പ്രകാരം q1b+r, q2b+r. ഓക്കെ, അപ്പോൾ q1 ആൻഡ് q2 ആർ സം കോഷ്യൻസ്. റൈറ്റ്? ഇനി x-y എടുക്കുക. അപ്പോൾ എന്ത് വരും? q1b+r മൈനസ് q2b+r. q1 minus q2 into b വന്നു. r അവിടെ ക്യാൻസൽ ആയി. ദാറ്റ് മീൻസ് x minus y is a multiple of b. അതായത് x minus y is divisible by b. ഇതായിരുന്നല്ലോ പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്തത് ഓക്കെ ആണല്ലോ. ഫസ്റ്റത്തേത് b+1 ഇൻറ്റിജേഴ്സ് റാൻഡംലി ചൂസ് ചെയ്തു. അത് പീജിയൻസ് ആണ്. നമ്മുടെ കയ്യിൽ ബി പോസിബിൾ ഡിസ്റ്റിങ്ക്റ്റ് റിമൈൻഡേഴ്സേ ഉള്ളൂ. പീജിയൻ ഹോൾ ആണ്. അത് പീജിയൻ ഹോൾ പ്രിൻസിപ്പിൾ പ്രകാരം 2 ഓഫ് ദ റിമൈൻഡേഴ്സ് മസ്റ്റ് ബി ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി അത് x and y ആണെന്ന് എടുത്തു. അത് വെച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ അല്ലേ?